പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നേ ദിവസം പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങൾക്കുള്ള എല്ലാവരെയും അവിടുത്തെ കൃപയാൽ പരിപാലിച്ച് നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. നാഥ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഭൗതികമായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കൂടുതൽ ആത്മീയതയിൽ വളരുവാനുള്ള കൃപാനുഗ്രഹം തന്ന് ഞങ്ങളെ ഓരോ മക്കളെ അവിടുത്തെ കൃപയിൽ പൊതിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന് തിരുവചനം വായിക്കുവാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 121 അധ്യായം വായിച്ച് ധ്യാനിച്ചിട്ടാണ് കിടക്കുന്നത്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും ഇന്നേക്കും കാത്തുകൊള്ളും. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ധ്യാനിച്ചിട്ട് വേണം നാം ഓരോരുത്തരും കിടക്കേണ്ടത്. ഇന്ന് ദൈവം തന്ന നന്മകളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയണം. ഈശോയെ, ഞങ്ങൾക്കിന്ന് തന്ന എല്ലാ നന്മകൾക്കായും നന്ദി പറയുന്നപ്പ. കർത്താവായ ഈശോനാഥ, ഞങ്ങളിതാ ഉറങ്ങാൻ പോകുന്നു. നാഥ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് ഞങ്ങൾക്കുള്ളവർക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും അവിടുത്തെ ദൂതഗണങ്ങളാൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോപ്പ, കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളിലും ഞങ്ങൾക്കുള്ളവരിലും കർത്താവിനെ അറിയുന്ന ഓരോ മക്കളിലും കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, കർത്താവായ യേശുനാഥ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്ന് അവിടെ നിന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി വീണ്ടും നന്ദി പറയുന്നപ്പ. നാളെ ഒരു പുലർക്കാലം ഞങ്ങൾക്ക് തരുന്നെങ്കിൽ കർത്താവിനെ നോക്കി ജീവിപ്പാനുള്ള കൃപകൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അപ്പ. ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്നെടുക്കപ്പെടുകയാണെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ എത്തിച്ചേരുന്ന മക്കളായിരിക്കാൻ ഞങ്ങൾ പരിശുദ്ധിയുള്ള മക്കളാക്കി മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു അന്ധകാര ശക്തികളോ ഒരു പൈശാചിക തന്ത്രങ്ങളോ ഒരു വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളെയോ ഞങ്ങൾക്കുള്ളവരെയോ തൊടുവാനോ അടുത്തുകൂടുവാനോ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു കവർച്ചക്കാർ കടന്നുകൂടുവാൻ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് കോട്ട കെട്ടി ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയനിതാ ഉറങ്ങുന്ന കർത്താവേ, അടിയന് കാവലും തുണയുമായി അവിടുന്ന് കൂടെ ആയിരിക്കണമേ. ആമേൻ.